നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഗുരുരനാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്, കഴിഞ്ഞ ദിവസം 2 ദിവസം ഇല്ലായിരുന്നു, അതിനെ ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് അധ്യായം 3 കർമ്മയോഗത്തിൻ്റെ അവസാന ശ്ലോകങ്ങളാണ്. അവിടെ അവസാനമായി നാം പറഞ്ഞത് കാമക്രോധാദികളെ അടക്കുന്നതിനുള്ള കുറച്ച് വഴികൾ, കുറച്ച് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു. 8 കാര്യങ്ങളാണ് പറഞ്ഞത്. പതഞ്ജലി മഹർഷി പറഞ്ഞ കാര്യങ്ങളാണ് ഭഗവാൻ ഇതിനകത്ത് അതുപോലെ തന്നെയാണ് പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ, കാമക്രോധാദികളെ അകറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു. നമുക്കിന്ന് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, യമം എന്താണെന്ന് നോക്കാം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ 5 കാര്യങ്ങളാണ് യമം. അതായത് 1 അഹിംസ. മനസ്സ്, വാണി, ശരീരം എന്നിവയാൽ ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുന്നതാണ് അഹിംസ. മനസ്സ്, വാണി, ശരീരം. നമ്മുടെ മനസ്സുകൊണ്ട്, സംസാരം കൊണ്ട്, വാണി, നമ്മുടെ ശരീരം കൊണ്ട് ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുക, അതിനാണ് അഹിംസ. നാം എല്ലാം പഠിച്ചു വച്ചിരിക്കുക എന്താണ്? ഒന്നിനെയും കൊല്ലാതിരിക്കുന്നതാണ് അഹിംസ എന്നല്ലേ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ അഹിംസ. മനസ്സുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് കൊല്ലൽ തന്നെയാണ്. സംസാരം കൊണ്ട് കൊല്ലുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ഉണ്ട്. മനസ്സ്, വാണി, ശരീരം എന്നിവ കൊണ്ട് ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുക, അതാണ് അഹിംസ. അടുത്ത 2 സത്യം എന്താണ്? യഥാർത്ഥ ഭാഷണം തുടങ്ങിയ വ്യവഹാരമാണ് സത്യം. യഥാർത്ഥമായ കാര്യങ്ങൾ കള്ളമില്ലാതെ പറയുന്നതാണ് സത്യം. പിന്നീട് മനസ്സ്, വാണി, ശരീരം എന്നിവയിൽ പരദ്രവ്യങ്ങൾ ഹരിക്കുന്നതാണ് ആസ്തേയം. എന്താണ്? നമ്മളെ മനസ്സുകൊണ്ടായാലും സംസാരം കൊണ്ടായാലും ശരീരം കൊണ്ടായാലും പരദ്രവ്യങ്ങൾ, മറ്റുള്ളവർക്കുള്ള സാധനങ്ങൾ ഹരിക്കാതിരിക്കുന്നത് ആസ്തേയം. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, അതിനെ കൈയടക്കാതിരിക്കുക, അതാണ്. മനസ്സുകൊണ്ട് പോലും അവൻ്റെ എന്നാ ഒരു വണ്ടി ഉണ്ടാവില്ല, അതിന് കിട്ടിയെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതാണ് മനസ്സുകൊണ്ടും സംഭാഷണം കൊണ്ടും ശരീരം കൊണ്ടും മറ്റുള്ളവരുടെ ഒരു ദ്രവ്യവും ആഗ്രഹിക്കാതിരിക്കുക, അതാണ് ആസ്തേയം. അടുത്ത ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്നാൽ സ്മരണം, കീർത്തനം, കേളി, കാണൽ, ഗുഹ്യഭാഷണം, സങ്കല്പം, അധ്യവസായം, ക്രിയാനിഷ്പത്തി എന്നിങ്ങനെയുള്ള 8 വിധമുള്ള മൈഥുനത്യാഗം ബ്രഹ്മചര്യമാകും. ഇവിടെ പറഞ്ഞ 8 കാര്യങ്ങൾ ത്യജിക്കുന്നത്, ത്യാഗം ചെയ്യുന്നതാണ് ബ്രഹ്മചര്യം. എന്തൊക്കെയാണ്? സ്മരണം, കീർത്തനം, കേളി, കാണൽ, ഗുഹ്യഭാഷണം, സങ്കല്പം, അധ്യവസായം, ക്രിയാനിഷ്പത്തി എന്നിങ്ങനെ 8 കാര്യങ്ങൾ, 8 മൈഥുനങ്ങൾ ത്യാഗം ചെയ്യുന്നതാണ് ബ്രഹ്മചര്യം. നമുക്ക് പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ് ബ്രഹ്മചര്യം എന്നാൽ? കല്യാണം കഴിക്കാതെ ദാമ്പത്യ ജീവിതമില്ലാതെ കഴിയുന്നതാണ് ബ്രഹ്മചര്യം എന്നൊക്കെയാണ് പൊതുവേ പഠിച്ചു വച്ചിരിക്കുന്ന ധാരണ. അത് തെറ്റാണ്. പിന്നീട് നിയമത്തിലൊരു കാര്യം എന്താണ്? അപരിഗ്രഹം എന്ന് പറഞ്ഞു. 5 കാര്യങ്ങൾ. 5-ാമത്തത് ആവശ്യത്തിലധികം വസ്തുക്കൾ കൈവശം വയ്ക്കൽ, അഥവാ തൻ്റെ യോഗക്ഷേമത്തിലുപരിയായ പദാർത്ഥങ്ങൾ കൈവശം വയ്ക്കുന്നതാണ് അപരിഗ്രഹം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ, നമുക്ക് കഴിക്കാൻ എത്ര, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ എത്ര ചോറ് വേണം, അതിൻ്റെ അരി, നമുക്ക് 1 മാസത്തേക്ക് കഴിക്കാൻ എത്ര അരി വേണം, അത് കരുതി വയ്ക്കുക.
അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വസ്ത്രങ്ങളായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ളത് കരുതി വയ്ക്കുക. ആവശ്യത്തിലധികം വസ്തുക്കൾ നമുക്ക് ദൈനംദിന കാര്യങ്ങൾക്കുള്ള വസ്തുക്കൾ ആവശ്യത്തിലധികം കരുതി വയ്ക്കുന്നതാണ് പരിഗ്രഹം. അത് ചെയ്യാതിരിക്കുന്നതാണ് അപരിഗ്രഹം. അങ്ങനെ 5 സാധനങ്ങളാണ് യമം. നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹത്തിനായുള്ള 8 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് യമം. അതിൽ ആണ് നാം വിശദീകരിച്ചത്. യമമാണ് ഇപ്പോൾ നാം സംസാരിച്ചത്. അടുത്ത കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്തിനാണ് നിയമം. നിയമം എന്താണ് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം സർവേശ്വരൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.